സോളാർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ഇന്ന് പരിചിന്തിക്കുന്ന വിഷയം ഒരു ബാറ്ററിയുടെ ലൈഫും വാറണ്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാറ്ററിയുടെ ലൈഫ് നമുക്ക് മനസ്സിലാക്കുന്നതിന് വിദേശ രാജ്യങ്ങളിൽ ബാറ്ററി ഉപയോഗിക്കുന്നതും നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു വ്യത്യാസം നമ്മൾ നോക്കേണ്ടതുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന അതേ ബാറ്ററി തന്നെ ശരാശരി 7 മുതൽ 10 വർഷം വരെ വർക്ക് ചെയ്യുന്നു. എന്നാൽ അതേ ബാറ്ററി തന്നെ നമ്മുടെ ഇവിടെ ഉപയോഗിക്കുമ്പോൾ 5 തൊട്ട് 7 വർഷം വരെയൊക്കെ ശരാശരി ലൈഫ് കിട്ടാറുള്ളൂ. അപ്പം ലൈഫ് രണ്ട് സ്ഥലങ്ങളിലും രണ്ടാണ് കിട്ടുന്നത്. എന്തായിരിക്കും ഇതിൻ്റെ പ്രധാന കാരണം? അതായത് ആ ബാറ്ററി എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ലൈഫ് തീരുമാനിക്കുന്നത്. അതിൽ നിന്നുള്ള ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും എത്രമാത്രം എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇനി ഒരു ബാറ്ററിയുടെ ലൈഫ് തീരുമാനിക്കുന്ന മറ്റൊരു ഘടകം അതിൻ്റെ സൈക്കിളാണ്. അതിൻ്റെ ഓരോ ബാറ്ററിക്കും അതിന് എത്ര സൈക്കിളുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും. ആ സൈക്കിളിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ ലൈഫ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ സീറ്റൺ ബാറ്ററിക്ക് മുൻകാലങ്ങളിൽ 5 വർഷത്തെ വാറണ്ടി കൊടുത്തിരുന്നു. ഇപ്പോൾ പല കമ്പനികളും 3 വർഷമാക്കി വെട്ടിക്കുറച്ചു. എന്തായിരിക്കും അതിൻ്റെ കാരണം? കമ്പനികൾ പറയുന്ന പോലുള്ള ഡിസ്ചാർജിങ് അല്ല പല ടെക്നീഷ്യന്മാരും കൊടുക്കുന്നത്. അതുകൊണ്ട് 5 വർഷ വാറണ്ടി എന്നുള്ളത് അവർ 3 വർഷമാക്കി വെട്ടിക്കുറച്ചു. ഇനി സീറ്റൺ ബാറ്ററിക്ക് എത്രയാണ് ഡിസ്ചാർജിങ് ഉള്ളത്? അതായത് ഒരു 10 മണിക്കൂർ കൊണ്ട് 150 AH ഡിസ്ചാർജ് ചെയ്യണം. അതായത് ഒരു മണിക്കൂറിൽ 15 ആംപിയർ ഡിസ്ചാർജ് ചെയ്യുക. അതായത് 15 × 12 വോൾട്ട് എന്ന് പറയുന്ന 180 വാട്ട്സാണ് ഡിസ്ചാർജ് ചെയ്യാൻ പറയുന്നത്. പല കമ്പനികളും എന്താ ചെയ്യുന്നത്? ഈ ഒരു 180 വാട്ട്സ് ഡിസ്ചാർജ് ചെയ്യുന്ന ബാറ്ററിക്ക് ഒരു 500 വാട്ട്സോ 800 വാട്ട്സോ ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സൈക്കിള് കുറയും, അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് ടൈം കുറയും. അപ്പോൾ അതൊരു 3 വർഷമോ 6 വർഷമോ ആകുമ്പം ശരാശരി അത് കംപ്ലൈൻ്റ് ആകാനായിട്ട് തുടങ്ങുന്നു. അതായത് ലൈഫ് കുറയുന്നു. ഇപ്പോൾ ലൈഫ് കുറയാൻ കാരണം നമ്മൾ കണ്ടത് അതിൻ്റെ ഡിസ്ചാർജിങ് റേറ്റും അതുപോലെ ചാർജിങ് റേറ്റുമാണ്. സാധാരണ ഒരു 1200 സൈക്കിളുള്ള സീറ്റൺ ബാറ്ററി എന്ന് പറയുന്നത് 50% ഡിസ്ചാർജ് ചെയ്യുവാണെങ്കിൽ 8 മുതൽ 9 വർഷം വരെയൊക്കെ ആ ബാറ്ററി ഉപയോഗിക്കാൻ സാധിക്കും. പല ആളുകളും ഇങ്ങനെ 8 വർഷം 9 വർഷമൊക്കെ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്. അതായത് നല്ല ടെക്നീഷ്യന്മാർ അതിനനുസരിച്ചുള്ള ചാർജിങ് ഡിസ്ചാർജിങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പല ആളുകളും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. ഇനിയും ചില ടെക്നീഷ്യന്മാർക്ക് ഇതറിയാം, എന്നിരുന്നാലും കസ്റ്റമറെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൂടുതൽ ഡിസ്ചാർജിങ്ങും കൂടുതൽ ലോഡ് കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ സോളാറിൻ്റെ കാര്യത്തിൽ അന്ന് ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി അന്ന് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് പകരം കുറഞ്ഞ സമയം കൊണ്ട് ഉപയോഗിക്കണമെന്നല്ല. പലപ്പോഴും ഇവിടെ ചെയ്യുന്നത് ഒരു 6 മണിക്കൂർ കൊണ്ടോ 8 മണിക്കൂർ കൊണ്ടാണ് ഡിസ്ചാർജിങ് നടക്കുന്നത്. അതിന് പകരം 24 മണിക്കൂർ കൊണ്ട് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ ബാറ്ററിയിൽ നിന്നുള്ള ഡിസ്ചാർജിങ് ആംപിയർ കുറയും. ആ ബാറ്ററിയുടെ ലൈഫ് നമുക്ക് കൂടുതലും കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു 5 വർഷം പ്രവർത്തിക്കേണ്ട ബാറ്ററി 8 വർഷമോ 9 വർഷമോ അത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. ഇനി തെറ്റായ രീതിയിലാണെങ്കിലോ നമ്മളൊരു 500 വാട്ട്സൊക്കെ ഡിസ്ചാർജ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു 3 വർഷത്തിനോ 5 വർഷത്തിനോ ഇടയ്ക്ക് ആ ബാറ്ററി കംപ്ലൈൻ്റ് ആകും. അതായത് അതിൻ്റെ ലൈഫ് കഴിയും എന്ന് മനസ്സിലാകുന്നു. ഇപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? ലൈഫ് തീരുമാനിക്കുന്നത് ടെക്നീഷ്യന്മാരുടെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും അനുസരിച്ച് കണക്ട് ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും. അത് ബാറ്ററിയുടെ തെറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ബാറ്ററിയുടെ ലൈഫ് കുറയും. എന്നാൽ ഈ വാറണ്ടി കൊടുക്കുന്നത് കമ്പനി എങ്ങനെയായിരിക്കും? ആ പ്രദേശത്തുള്ള ആളുകൾ എങ്ങനെയാണ് അവർ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് അതനുസരിച്ചാണ് അവർ വാറണ്ടി കൊടുക്കുന്നത്. കാരണം വിദേശ രാജ്യങ്ങളിൽ സർട്ടിഫൈഡ് ടെക്നീഷ്യന്മാരാണ്. അതുകൊണ്ട് അവിടെ കമ്പനികൾ കൂടുതൽ വാറണ്ടി കൊടുക്കും. എന്നാൽ ഇവിടെ സർട്ടിഫൈഡ് അല്ല. പല ആളുകളും ഈ ബാറ്ററിയെക്കുറിച്ച് ഒന്നും ചിന്തിക്കാറോ പഠിക്കാറോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം, ബാറ്ററിക്ക് ലൈഫ് കിട്ടാത്തതിൻ്റെ കാരണം. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ബാറ്ററി ടെക്നീഷ്യനോട്, ഭൂരിഭാഗം ബാറ്ററി ടെക്നീഷ്യന്മാരോട് ഒരു ബാറ്ററിയുടെ C റേറ്റിംഗ്, D റേറ്റിംഗ്, E റേറ്റിംഗ് എന്താണെന്ന് ചോദിച്ചാൽ അവർക്കത് കൃത്യമായി നമ്മളോട് പറഞ്ഞു തരാൻ കഴിയില്ല. കാരണം അവരതിനെക്കുറിച്ച് പഠിക്കാറില്ല. അതുകൊണ്ടാണ് നമുക്ക് ലൈഫ് പറയുന്നത്. ഇനി ലിഥിയം ബാറ്ററിക്ക് പൊതുവേ നമ്മൾ കേൾക്കാറുള്ളതാണ് 10 മുതൽ 15 വർഷം വരെ ലൈഫ് കിട്ടുന്നു. അത്രയും കിട്ടുമോ? നമുക്കിപ്പം സാധാരണ സീറ്റൺ ബാറ്ററി, അതായത് 1200 സൈക്കിളുള്ള സീറ്റൺ ബാറ്ററിക്ക് ഒരു 5 മുതൽ 8 വർഷം വരെയൊക്കെ ലൈഫ് കിട്ടുന്നു. അപ്പോൾ സാധാരണ അതിൻ്റെ ലിഥിയം ബാറ്ററിക്ക് അതിന്
2000 മുതൽ 4000 5000 സൈക്കിൾ വരെയൊക്കെ ഉണ്ട്. അതായത് സാധാരണ സീട്രൺ ബാറ്ററിയുടെ ഇരട്ടിയിലധികം സൈക്കിളുണ്ട്. അപ്പോൾ സീട്രൺ ബാറ്ററിക്ക് 5 മുതൽ 8 വർഷം വരെ കിട്ടുമെങ്കിൽ അതിൻ്റെ ഇരട്ടി 10 മുതൽ 15 വർഷമോ 16 വർഷം വരെയോ അതിന് ലൈഫ് കിട്ടേണ്ടതാണ്. ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ പൊതുവെ പറയാറുള്ളത്. നമ്മുടെ ലിഥിയം ബാറ്ററിക്ക് 10 മുതൽ 15 വർഷം വരെയൊക്കെ ലൈഫ് കിട്ടുന്നു എന്നുള്ളത്. ഇനിയും ഈ ഇത്രയും ലൈഫ് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? നമ്മൾ ചൈനയിൽ നിന്ന് വരുന്ന ടോയ്സൊക്കെ ഒന്ന് നോക്കുവാണെങ്കിൽ അതിൻ്റെ ലിഥിയം ബാറ്ററിയുടെ സൈഡിൽ ചെറിയൊരു പാട് കാണാം. അതായത് ബൾക്കായിട്ടുള്ള സെല്ലിൽ നിന്ന് ഊരിയെടുക്കുന്നതാണ് ഈ ബാറ്ററികൾ ടോയ്സിൽ. അതായത് ചൈനയിലൊക്കെ ആണെങ്കിൽ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇലക്ട്രിക്കൽ വെഹിക്കിളൊക്കെ ഉപയോഗിച്ചിരുന്നു. അവിടെ സാധാരണ ചെയ്യുന്ന രീതി 5 വർഷം ഇലക്ട്രിക്കൽ വെഹിക്കിളിന് ലിഥിയം ബാറ്ററി ഉപയോഗിക്കും. അതിനുശേഷം വീണ്ടും ഒരു 5 വർഷം സോളാർ പവർ പ്ലാന്റിന് ഉപയോഗിക്കും. പിന്നെ ഒരു 3 വർഷം സ്ട്രീറ്റ് ലൈറ്റിന് ഉപയോഗിക്കും. അതിനുശേഷമാണ് ആ ബാറ്ററി മറ്റ് രാജ്യങ്ങളിലേക്ക് ടോയ്സിലും മറ്റുള്ളതിലേക്കും ചെയ്തു വിടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ടോയ്സുകളൊക്കെ ചെറിയ വിലയ്ക്ക് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനിയും ഇതിൻ്റെ ലൈഫ് അറിയാൻ കഴിയുന്ന മറ്റൊരു കാരണം ലിഥിയം ബാറ്ററിയുടെ കെമിസ്ട്രിയോട് സാമ്യമുള്ളതാണ് നമ്മുടെ ബ്രൈറ്റ് ലൈറ്റിൻ്റെ ബാറ്ററി. അത് ഒരു 15 വർഷം കഴിഞ്ഞ ബ്രൈറ്റ് ലൈറ്റ് ടോർച്ചും ഇപ്പോഴും നിങ്ങളുടെ വീടുകളിലൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. കാരണം അത് ആ ബാറ്ററിക്ക് ലൈഫ് കൂടുതലാണ്. നമുക്കിവിടെ ലൈഫ് കുറയാൻ കാരണം കേരളത്തിനൊരു സംസ്കാര രീതിയുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു മൊബൈൽ കിട്ടിയാൽ എന്ത് ചെയ്യും? ആദ്യം ആ മൊബൈലിൻ്റെ മാനുവൽ വലിച്ച് ദൂരെ എറിയും. അതിനുശേഷം അതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് നമ്മൾ കൂട്ടുകാരോട് വിളിച്ചു ചോദിക്കും. ഇതാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. എന്നാൽ ഒരു വിദേശിയുടെ കയ്യിൽ ഒരു മൊബൈൽ കിട്ടുവാണെങ്കിൽ ആദ്യം അദ്ദേഹം മാനുവൽ മുഴുവൻ വായിച്ചതിന് ശേഷം മാത്രമേ മൊബൈൽ എടുക്കുകയുള്ളൂ. അതാണ് നമ്മളെ വ്യത്യാസം കാണുന്നത്. അതായത് നമ്മൾ മാനുവൽ അനുസരിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നില്ല. ഇതുകൊണ്ട് തന്നെയാണ് ബാറ്ററിയുടെ കാര്യത്തിലും മാനുവൽ അനുസരിച്ച് നമ്മൾ ആ ബാറ്ററിക്ക് കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ലൈഫും അതുപോലെ തന്നെ വാറണ്ടിയും തമ്മിലുള്ള അന്തരം കുറയും. ഇവിടെ സാധാരണ ബാറ്ററിക്ക് 5 വർഷം അല്ലെങ്കിൽ 3 വർഷം വാറണ്ടി കൊടുക്കുന്നു. പക്ഷേ അതിൻ്റെ ലൈഫ് 8 വർഷം 10 വർഷമാണ് അത് കിട്ടേണ്ടത്. അപ്പം ഈ രീതിയിൽ കിട്ടേണ്ട ആവശ്യമാണ്. ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ലൈഫ് എന്ന് പറയുന്നത് ആ ബാറ്ററിയുടെ ഒരു ആയുസ്, അത് കമ്പനി പറയുന്ന പോലെ ചെയ്യുവാണെങ്കിൽ അത്ര വർഷം കിട്ടും. വാറണ്ടി എന്ന് പറയുന്നത് ആ ഏരിയയിലുള്ള ടെക്നീഷ്യന്മാർ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതനുസരിച്ചായിരിക്കും അതിന് വാറണ്ടി കമ്പനികൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. ഈ ട്രെയിനിങ് അക്കാദമി സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശീലനം കൊടുക്കുന്നു. അതുകൂടാതെ പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള, അതായത് എനർജി കുറച്ച് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള വിവരങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കുന്നു. ഇനിയും ഇതുപോലുള്ള ഏതെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. ആ വീഡിയോ ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും, സോളാറിനോടും എനർജിയോടും ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.